വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോപി പുതുക്കോട്. കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയായിരുന്ന ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി വാഹനാപകടത്തിൽ മരിച്ചു. സുഹൃത്തുക്കളും പരിചയക്കാരും ആ വാർത്ത വിശ്വസിക്കാനാകാതെ സ്തബ്ധരായി. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുമ്പോൾ ഏവരും ഉന്നയിച്ച സംശയം ഒന്നുതന്നെയായിരുന്നു: ഇത്ര നല്ലൊരു മനുഷ്യന് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായത് എന്തുകൊണ്ട്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ലോകത്താകെ നിരന്തരം ഇത് ആവർത്തിക്കുന്നു. വിമാനാപകടം, ട്രെയിൻ ദുരന്തം, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, വരൾച്ച, റോഡപകടം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ചതി, വിവാഹമോചനം. ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഫലമോ പ്രിയപ്പെട്ടവരുടെ വേർപാട്, സ്ഥായിയായ ശാരീരിക അവശത, പക്ഷാഘാതം, സാമ്പത്തിക തകർച്ച, മരണം. എന്തുകൊണ്ട് എനിക്കിങ്ങനെ? ഇതിനു മാത്രം ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? ആരും ചോദിക്കുന്ന ചോദ്യം. രണ്ടാം ലോക യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ജൂതമാതാവിൻ്റെ മുല കുടിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ തട്ടിയെടുത്ത ഒരു ജർമ്മൻ പട്ടാളക്കാരൻ അതിനെ അമ്മയുടെ കൺമുമ്പിൽ ആകാശത്തേക്ക് എറിഞ്ഞു. താണുവരുന്ന കുഞ്ഞിനെ നോക്കി ആർത്തുചിരിച്ചുകൊണ്ട് കയ്യിലെ പിസ്റ്റൾ ഉയർത്തി അതിനെ വെടിവെച്ച് വീഴ്ത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ആകാശത്തേക്ക് നോക്കി ആർത്തലച്ചുകൊണ്ട് നിർഭാഗ്യവതിയായ ആ അമ്മ വിലപിച്ചു: ദൈവമേ, നീ എവിടെയാണ്? വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുപോലെ പരീക്ഷിക്കുന്നു ഇത്തരം സംഭവങ്ങൾ. രോഷവും വേദനയും നിറഞ്ഞ നമ്മുടെ മനസ്സ് യുക്തിസഹമായ മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഹൃദയമാകട്ടെ സത്യവും ശാന്തതയും നിറഞ്ഞ മറുപടിയും. വലിയ തോതിലുള്ള വൈകാരിക പ്രഭാവവും ബൗദ്ധികമായ ഉൾക്കാഴ്ചയും ഉള്ളവർക്ക് മാത്രമേ ഇത്തരം അമ്പരപ്പുകൾ ഗ്രഹിക്കാനും വ്യാഖ്യാനിക്കാനുമാകൂ. കാലം കഴിയുമ്പോൾ നല്ലത് ചീത്തയായും തിരിച്ചും അനുഭവപ്പെടും എന്ന് മനസ്സിലാക്കാനുള്ള വസ്തുനിഷ്ഠത നമുക്കില്ല എന്നതാണ് സത്യം. അതാണ് നമ്മുടെ പ്രശ്നവും. ഹിറ്റ്ലറുടെ കഥ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. തൻ്റെ ശൈശവത്തിൽ അമ്മയ്ക്കും അധ്യാപകർക്കും കൂട്ടുകാർക്കും അളവില്ലാത്ത ആനന്ദം നൽകിയിരുന്നു അദ്ദേഹം. ഉന്മേഷകരവും അങ്ങേയറ്റം സൗഹൃദപരവുമായിരുന്നു ബാല ഹിറ്റ്ലറുടെ സാമീപ്യം. പക്ഷേ പിന്നീട് എന്തുണ്ടായി? ജർമ്മനിയിലെ 6 ദശലക്ഷം ജൂതന്മാരുടെയും ലോകത്താകെ 55 ദശലക്ഷം ആളുകളുടെയും അന്തകനായി മാറി അയാൾ. ദുരന്തത്തിനിരയാകുന്നതെല്ലാം പാപികളും രക്ഷപ്പെടുന്നവർ വിശുദ്ധരുമാണെന്ന് പറയാനാകുമോ? ഇല്ല. കാര്യം ഇത്രയേയുള്ളൂ: ഭാവിയിൽ എന്തു സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. അതറിയാൻ വഴിയുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കക്കാർ തമാശ പറയുന്നത് പോലെ അപ്പോളോ 2 ദുരന്തത്തിന് ശേഷം ബഹിരാകാശ യാത്രികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള അനുശോചന പ്രസംഗം പ്രസിഡന്റ് നിക്സന് വേണ്ടി തയ്യാറാക്കുമായിരുന്നു. ലോകത്തിൽ ഇന്നുള്ള സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ സിംഹഭാഗവും പട്ടാള നവീകരണത്തിനുള്ള പദ്ധതികളുടെ ഭാഗമായാണുണ്ടായത്. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. ഭാവിയിൽ അതിൻ്റെ എത്രയോ ഇരട്ടി പേർ പ്രയോജനപ്പെടുത്താനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാങ്കേതിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയവർ വ്യാപകമായി ആദരിക്കപ്പെടുന്നുമുണ്ട്. സൂപ്പർമാൻ ക്രിസ്റ്റഫർ റീവഡ് ഉയർന്ന സമ്പത്തിൻ്റെ പേരിലാണ് കുതിരസവാരിക്ക് ഇറങ്ങിയത്. കുതിര കുടഞ്ഞെറിഞ്ഞപ്പോൾ അയാൾ സ്വയം നഷ്ടപ്പെട്ടവനായി. മലേറിയ പോലുള്ള രോഗങ്ങൾ ആധുനിക ചികിത്സയിലൂടെ വേഗത്തിൽ സുഖപ്പെടുത്താവുന്നതാണ്. എന്നിട്ടും പാവപ്പെട്ട മനുഷ്യർ അതിൻ്റെ പേരിൽ മരിക്കുന്നു. പണക്കുറവ് ഒരാളെ വിമാനാപകടത്തിൽ നിന്നും കുതിരക്കുടച്ചിലിൽ നിന്നും രക്ഷിക്കാമെങ്കിലും മലേറിയയിൽ നിന്നും പോഷകാഹാരക്കുറവിൽ നിന്നും രക്ഷിക്കണമെന്നില്ല. എന്തുകൊണ്ട് ഞാൻ എന്ന ചോദ്യം അപ്രസക്തമാണെന്ന് ചുരുക്കം. എന്തുകൊണ്ട് ആർക്കും എന്ന ചോദ്യമാണ് പ്രസക്തം. നാം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിൻ്റെ മറുപടി. ടേൺ യുവർ സ്കാർസ് ഇൻറ്റു സ്റ്റാർസ് എന്ന നിർദ്ദേശം ഓർക്കുക. വ്രണചിഹ്നങ്ങളെ നക്ഷത്ര ചിഹ്നങ്ങളാക്കാനുള്ള കഴിവാണ് നമുക്കുണ്ടാകേണ്ടത്. സാഹിത്യകാരി ഇസബൽ അലൻഡെയുടെ അനുഭവം നോക്കൂ. ചെറിയ അസുഖത്തിന് ആശുപത്രിയിലെത്തിച്ച കൊച്ചുമകൾ പൗലയെ ഡോക്ടർമാരുടെ കയ്യബദ്ധത്താൽ അവർക്ക് നഷ്ടപ്പെട്ടു. അലൻഡെ 3 വഴികൾ ആലോചിച്ചു: ആത്മഹത്യ ചെയ്യുക, ആശുപത്രി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ദുരനുഭവം ഒരു പുസ്തകമായി എഴുതി സ്വയം ശമിപ്പിക്കുക. അവർ 3ാമത്തെ വഴി തിരഞ്ഞെടുത്തു. ജീവിതം എന്താണെന്ന് ഒടുക്കം എനിക്ക് മനസ്സിലായി. നഷ്ടപ്പെടലുകളുടെ സമാഹാരമാണത്, അവർ എഴുതി. നമുക്ക് സ്വന്തമായുള്ളതിനെ ഉള്ളപ്പോൾ ആഘോഷിക്കലാണ് ജീവിതം. വൃക്ഷങ്ങൾ ഒരു ഋതുവിൽ പൂക്കുന്നു, അടുത്ത ഋതുവിൽ പൂക്കളും ഇലകളും പൊഴിക്കുന്നു. അതുപോലെ മനുഷ്യനും വരികയും പോവുകയും ചെയ്യുന്നു, പ്രകൃതി നിശ്ചയപ്രകാരം. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ സംഭവിക്കുന്നതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രശസ്തരായ പലരും അഥവാ അവരുടെ ബന്ധുക്കൾ വിട്ടുപിരിഞ്ഞവരുടെ പേരിൽ ചാരിറ്റി പ്രസ്ഥാനങ്ങൾ നടത്താറുണ്ട്. ഒരാളുടെയോ ഒരു കുടുംബത്തിൻ്റെയോ തിരിച്ചറിവുകൾ ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും ചിലപ്പോൾ ദശലക്ഷങ്ങൾക്കു തന്നെയും ജീവിതത്തിൽ വഴിവിളക്കുകളാവുന്നു. പുരോഹിതൻ നിരത്തിലൂടെ നടക്കുകയായിരുന്നു. പട്ടിണി കിടന്ന് നരയിക്കുന്ന വൃദ്ധനെ വഴിയിൽ കണ്ടു. പുരോഹിതൻ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു: ദൈവമേ, ഈ നിഷ്കളങ്കനായ ആത്മാവിനെ നീ കാണുന്നില്ലേ? ഇയാൾക്ക് വേണ്ടി നീ ഒന്നും ചെയ്യുന്നില്ലേ? ദൈവം പ്രതിവചിച്ചു: ഞാൻ അയാളെ കാണുന്നു, അതുകൊണ്ടാണല്ലോ താങ്കളെ അങ്ങോട്ട് അയച്ചത്. ഗോപി പുതുക്കോട് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.